എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രഥമസ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 31, 32, 33 ഈ ശ്ലോകങ്ങളുടെ അർത്ഥവും സാരവും കൂടെ പറയാം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഓം പീതാംബരങ്കരവിരാജിതശങ്കുചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 31. തയാ വിലസിദേശേഷു ഗുണേഷു ഗുണവാനിവ അന്തഃപ്രവിഷ്ടാഭാതി വിജ്ഞാനേന വിജൃംഭിതഃ. തയാ വിലസിദേശേഷു ഗുണേഷു ഗുണവാനിവ അന്തഃപ്രവിഷ്ടാഭാതി വിജ്ഞാനേന വിജൃംഭിതഃ. തയാ ആ മായയാൽ വിലസിതേഷു ഉത്ഭവിച്ചതായ യേഷു ഗുണേഷു ഈ ഗുണങ്ങളിൽ അന്തഃപ്രവിഷ്ട ഉള്ളിൽ പ്രവേശിച്ചവനായിട്ട് ഗുണവാൻ ഇവ ഗുണങ്ങളിൽ അഭിമാനമുള്ളവനെന്ന വിധം ആഭാതി ശോഭിക്കുന്നു. വസ്തുത പരമാർത്ഥത്തിൽ വിജ്ഞാനേന ജ്ഞാനം കൊണ്ട് വിജൃംഭിത വർദ്ധിച്ചവനാകുന്നു. ജഗത്തിൻ്റെ കാരണം ഭഗവാൻ വാസുദേവനാണെന്ന് സാധിച്ചതിൽ പിന്നെ ജഗത്തിൽ പ്രവേശിക്കുക, നിലനിർത്തുക എന്ന ലക്ഷണത്തോടുകൂടിയ ലീലയെ പറയുന്നു. മായയിൽ നിന്നുണ്ടായിരിക്കുന്ന ഗുണങ്ങളുടെ കാര്യങ്ങളായ ആകാശാദി ഭൂതങ്ങളുടെ ഉള്ളിൽ ആ ഭഗവാൻ തന്നെ പ്രവേശിച്ചിട്ട് എന്നെ ആശ്രയിച്ചിട്ടാണ് ഈ ആകാശാദി ഭൂതങ്ങൾ നിലനിൽക്കുന്നതെന്നുള്ള അഭിമാനമുള്ളവൻ എന്ന പോലെ പ്രകാശിക്കുന്നു. എന്നാൽ പരമാർത്ഥത്തിൽ ആ വിധമായ അഭിമാനമോ ഗുണങ്ങളോട് ബന്ധമോ ഭഗവാനില്ല. എന്തുകൊണ്ടെന്നാൽ ചിച്ഛക്തി കൊണ്ട് അത്യുർജിതമായ സ്വരൂപമുള്ള ജ്ഞാനമൂർത്തിക്ക് അഭിമാനത്തിന് അവകാശമില്ലല്ലോ. ശ്ലോകം 32. യഥാഖ്യവഹിതോ വന്യേ ദാരുഷേക സ്വയോനിഷോ ജ്ഞാനേവ ഭാതി വിശ്വാത്മാ ഭൂതേഷു തഥാ പുമാൻ. യഥാഖ്യവഹിതോ വന്യേ ദാരുഷേക സ്വയോനിഷോ ജ്ഞാനേവ ഭാതി വിശ്വാത്മാ ഭൂതേഷു തഥാ പുമാൻ. സ്വയോനിഷു തൻ്റെ ഉൽപ്പത്തി സ്ഥാനങ്ങളായ ദാരുഷു കാഷ്ഠങ്ങളിൽ അവഹിതാഹ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഏകവന്നി യഥാ ഒരേ അഗ്നി എപ്രകാരമോ തഥാ അപ്രകാരം വിശ്വാത്മാ സർവാത്മാവായിരിക്കുന്ന പുമാൻ പുരുഷൻ ഭൂതേഷു ഭൂതങ്ങളിൽ നാനാ ഇവ ബഹുരൂപനെന്ന പോലെ ഭാതി ശോഭിക്കുന്നു. ബഹുരൂപനായിരിക്കുന്നതും വാസുദേവൻ തന്നെയെന്ന് കാണിക്കുന്നു. ഉപാധിഭൂതങ്ങളായ കാഷ്ടങ്ങളിൽ പ്രവേശിച്ച് ശോഭിക്കുന്ന ഏകരൂപനായ അഗ്നി കാഷ്ടങ്ങളുടെ സ്ഥൗല്യ ദൈർഘ്യങ്ങളെ അനുവദിച്ച് ബഹുരൂപനായിട്ട് കാണപ്പെടുന്നത് പോലെ ഏകനായ ഭഗവാൻ എല്ലാറ്റിലും അന്തര്യാമിയായിരിക്കുന്നുവെങ്കിലും ചതുർവിധ സൃഷ്ടിവർഗങ്ങളിൽ ജീവരൂപേണ വസിക്കുമ്പോൾ ബഹുരൂപൻ എന്ന പോലെ പ്രകാശിക്കുന്നു. ശ്ലോകം 33. അസോ ഗുണമയേർഭാവേ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭിः സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുക്തേ ഭൂതേഷു തദ്ഗുണാൻ. അസോ ഗുണമയേർഭാവേ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭിः സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുക്തേ ഭൂതേഷു തദ്ഗുണാൻ. അസോ ഗുണമയേർഭാവേ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭിः സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുക്തേ ഭൂതേഷു തദ്ഗുണാൻ. അസോ ഇവൻ ഗുണമയൈ ഗുണസ്വരൂപങ്ങളായ ഭാവൈ ഭാവങ്ങളാൽ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭി ഭൂതസൂക്ഷ്മങ്ങൾ ഇന്ദ്രിയങ്ങൾ ആത്മാവ് എന്നിവയോടുകൂടെ സ്വനിർമ്മിതേഷു എന്നാൽ തന്നാൽ നിർമ്മിക്കപ്പെട്ടു ഭൂതേഷു ഭൂതങ്ങളിൽ നിർവേശിച്ചവനായിട്ട് തദ്ഗുണാൻ അതാതിനനുരൂപങ്ങളായ വിഷയങ്ങളെ ഭുക്തെ ഭുജിപ്പിക്കുന്നു. സുഖവിഷയങ്ങളെ അനുഭവിക്കുന്നതായ ലീലയെ പറയുന്നു.
ശ്രീഹരി ആകാശാദി സൂക്ഷ്മഭൂതങ്ങൾ, ശ്രോതാദികളായ ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയോടുകൂടി തന്നാൽ നിർമ്മിക്കപ്പെട്ട 4 വിധ സൃഷ്ടിവർഗങ്ങളിൽ പ്രവേശിച്ചിട്ട് യാതൊരു സൃഷ്ടിവർഗങ്ങൾക്ക് അനുരൂപമായ സുഖവിഷയങ്ങളെ അനുഭവിപ്പിക്കുന്നു. അതാത് പ്രാണിവർഗങ്ങളിൽ ജീവരൂപേണ വ്യാപിച്ചിരിക്കുന്നത് ശ്രീഹരിയാകയാൽ അതൊരു ജീവന്മാരനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് ശ്രീഹരി തന്നെ. എന്നാൽ ജ്ഞാനസ്വരൂപനായ ഭഗവാൻ അജ്ഞാനബന്ധം ഇല്ലാത്തവനാകയാൽ ജീവന്മാർക്ക് സുഖഭോഗങ്ങൾക്ക് കാരണഭൂതനായിരിക്കുന്നു എന്ന് കാണിപ്പാൻ ഭുക്തേ എന്ന പദത്തിന് ഭോജയതി ഭുജിപ്പിക്കുന്നുവെന്ന അർത്ഥം ആചാര്യാഭിപ്രായമാകുന്നു. ശ്ലോകം 34. ഭാവയത്യേഷ സത്വേന ലോകാൻ വൈ ലോകഭാവനഃ ലീലാവതാരാനുരതോ ദേവതിര്യങ്നരാദിഷു. ഭാവയത്യേഷ സത്വേന ലോകാൻ വൈ ലോകഭാവനഃ ലീലാവതാരാനുരതോ ദേവതിര്യങ്നരാദിഷു. ലോകഭാവനഃ ലോകങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ഏഷഃ ഇവൻ ദേവതിര്യങ്നരാദിഷു ദേവന്മാർ തിരിയപ്പോൾ മനുഷ്യർ ഇവരിൽ ലീലാവതാരാനുരത ലീലാവതാരത്തെ സ്വീകരിക്കാൻ ഇഷ്ടമുള്ളവനായിട്ട് സ്വത്വേന സ്വത്തുഗുണം കൊണ്ട് ലോകാൻ ലോകങ്ങളെ ഭാവയതി പാലിക്കുന്നു. ലോകങ്ങൾക്ക് സുഖത്തെ വർദ്ധിപ്പിക്കുന്ന ഭഗവാൻ ശ്രീഹരി ദേവന്മാർ മൃഗാദികൾ മനുഷ്യർ ഇവരിൽ സ്വേച്ഛയാ സ്വരൂപങ്ങളെ ധരിച്ചവതരിച്ച് ഓരോവിധ ലീലകളെ പ്രകാശിപ്പിച്ച് സ്വത്വഗുണം കൊണ്ട് ലോകത്തെ പരിപാലിക്കുന്നു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ നൈമിഷോയോപാഖ്യാനെ ദ്വിതീയോധ്യായഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശാന്തി ശാന്തി ശാന്തി.